റെഡി. അപ്പോൾ ലീഡറായി തിരഞ്ഞെടുക്കുന്നു, പിന്നീട് ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്നു, രാജിവെക്കുന്നു. ഞങ്ങൾ ഈ നിയമനം വന്നപ്പോൾ തന്നെ അതിലെ ദുരൂഹതയും അതോടൊപ്പം തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും വലിയ രൂപത്തിലുള്ള രോഷം ഇന്നലെ വ്യാപകമായി ഉയർന്നു വരികയും ചെയ്ത ഘട്ടം നമ്മൾ കണ്ടു. അതോടുകൂടി ഗത്യന്തരമില്ലാതെയാണ് മുഖ്യമന്ത്രി ശ്രീ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം പകൽ പോലെ വെളിച്ചം നൽകുന്ന കാര്യമാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ശ്രീ പങ്കജ ഭണ്ഡാരി. നമുക്കെല്ലാം അറിയാം, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആണ്. 39 ദിവസക്കാലം ഈ സ്വർണ്ണപ്പാളി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൻ്റെ CEO ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് BJP-കാരനായ ഈ വക്കീൽ കോടതിയിൽ ഹാജരായത്. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളിൽ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പങ്കജ ഭണ്ഡാരി സാധാരണഗതിയിൽ ചെമ്പിവാളികളുമായി ബന്ധപ്പെട്ട് വരുന്നതിന് സ്വർണം പൂശുന്ന കൃത്യം ഏറ്റെടുക്കാറില്ല, മറിച്ച് സ്വർണം പുതിയത് പൂശുന്നു മാത്രമാണ് അവർ ചെയ്യാറുള്ളത് എന്നായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. അത് അദ്ദേഹം ചാനലുകളോട് പറയുകയും ചെയ്തു, കോടതിയിൽ വാദിക്കുകയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പങ്കജ ഭണ്ഡാരിക്ക് വേണ്ടി നിയമയുദ്ധം നടത്തിയ അതേ വക്കീലിനെ ദേവസ്വം വകുപ്പിൽ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി. ഇതുവരെ ഇല്ല, ഞാൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനൊരു പോസ്റ്റില്ല, വകുപ്പില്ല. അപ്പോൾ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി അതേ വക്കീലിനെ, BJP-കാരനായ അതേ വക്കീലിനെ തന്നെ നിയമിക്കുമ്പോൾ ഇതിലെ ദുരൂഹതകൾ ഒട്ടേറെ നിലനിൽക്കുന്നതെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അടിസ്ഥാനമുണ്ടെന്ന് വന്നു. അതാണ് കേരളീയ സമൂഹം പെട്ടെന്ന് വലിയ രൂപത്തിൽ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. മാത്രവുമല്ല, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. Z കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരന് പോലും അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും എങ്ങനെ 2 MP-മാരുടെ സാന്നിധ്യത്തിൽ ആ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും അതിനെ സംബന്ധിച്ച് മറുപടി നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധിയും അതിനെ സംബന്ധിച്ച് മറുപടി നൽകിയിട്ടില്ല. നമ്മൾ കണ്ടു, സോണിയാഗാന്ധിയുടെ കയ്യിൽ ഏറ്റവും വലിയ കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി കാപ്പുകെട്ടുന്ന രംഗം കണ്ടു. അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ പാരിതോഷികം കൈമാറുന്ന രംഗം കണ്ടു. അപ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ചേർന്ന് സോണിയാഗാന്ധിക്ക് പാരിതോഷികം കൊടുക്കാനും കാപ്പുകെട്ടാനുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? അതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരു കഥ കൂടി സൂചിപ്പിക്കാം. ഈ സംഭവങ്ങൾ സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏഷ്യാനെറ്റ് ചാനലിലൂടെ ആദ്യമായി സ്വർണ്ണപ്പാളി കാണാനില്ല എന്ന ആക്ഷേപം ഉയർത്തിയത്. ആ ആക്ഷേപം ഉയർന്നു വന്നതിൻ്റെ 2-ാം ദിവസം 19-ാം തീയതി ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. 20-ാം തീയതിയാണ് അയ്യപ്പ സംഘം നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് നിർദ്ദേശം കൊടുത്തപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം 27-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി കണ്ടെടുത്തു എന്നത് നിങ്ങളും ഞാനും പകൽ പോലെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഈ അടിയന്തര പ്രമേയത്തിന് വേണ്ടി അവസരമൊരുക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഉന്നയിപ്പിക്കുകയും അത് മറച്ചുപിടിക്കാമെന്ന് ധരിച്ചെങ്കിൽ അത് വെളിച്ചത്ത് വരാൻ ഇടവരുന്ന സാഹചര്യം വിജിലൻസിൻ്റെ ജാഗ്രതയോടുകൂടി നീക്കത്തിലും കോടതിയുടെ ഭാഗത്തുനിന്ന് നീക്കത്തോടുകൂടി വന്നു എന്നുള്ളതാണ്. അത് മറച്ചുപിടിക്കാൻ കഴിയാതെ പോയി വെളിച്ചത്ത് വന്നത്. അതിനെ തുടർന്നുള്ള അന്വേഷണം വരുമ്പോൾ നമ്മൾ കണ്ടെത്തി ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ സ്വർണം ഏറ്റവും കൂടുതൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ നടത്തിയിട്ടുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും അതിൻ്റെ CEO ആയിട്ടുള്ള പങ്കജ ഭണ്ഡാരിയും, അപ്പോൾ ഈ സ്വർണം വാങ്ങിയ കർണാടകത്തിലെ ഗോവർദ്ധനും എല്ലാം ഇതിലെ പ്രധാനപ്പെട്ട പ്രതികളാണ്. അപ്പോൾ ഇവരുമെല്ലാമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ ഇനി കൈകാര്യം ചെയ്തു പോകേണ്ട സമയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ചാർജ് ഷീറ്റ് SIT കൊടുക്കാൻ പോവുകയാണ്. ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇതുവരെ സൂചിപ്പിച്ചിട്ടുള്ളത് കോടതിക്ക് സംതൃപ്തിയോടുകൂടിയാണ് SITയുടെ നീക്കം എന്ന കാര്യം വിലയിരുത്തിയിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേസ് ആദ്യം കൊല്ലത്താണ് നടക്കുന്നതെങ്കിൽ പിന്നീട് വരുന്ന ഹൈക്കോടതിയിലാണ്. അപ്പോൾ കാലേ കൂട്ടി ദേവസ്വം വകുപ്പിന് വേണ്ടി